ജാനുവരി 2017 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു വെർട്ടിക്കൽ സിലിണ്ടർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 60 mm ഡയമീറ്റർ ഉള്ള സിലിണ്ടർ ആണ്. സിലിണ്ടറിന് മറ്റൊരു ഹോൾ ഇന്റർസെക്ട് ചെയ്യാണ്. ഹോൾ എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ ഹോൾ തന്നെയാണ്. അതിന് ഡയമീറ്റർ 30 ആണ് തന്നേക്കണേ. ദ ആക്സിസ് ഓഫ് ദ ഹോൾ ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് 8 mm ഫ്രം ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഡ്രോ ദ പ്രൊജക്ഷൻ ഷോയിങ് ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഹോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കറിയാം ഇന്റർസെക്ഷൻസ് ആണ്. അപ്പൊ ഏകദേശം നമ്മളൊരു വെർട്ടിക്കൽ സിലിണ്ടർ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ സിലിണ്ടർ ആണ്. രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കേസാണ്. ദ ആക്സിസ് ഓഫ് ദ ഹോൾ ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് 8 mm ഫ്രം ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 8 ആക്സിസ് എന്ന് പറയുന്നത് 8 mm മാറി നിൽക്കുകയാണ്. രണ്ട് ആക്സിസും 8 mm മാറിയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഏകദേശം വരുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സിലിണ്ടർ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ സൈഡ് വ്യൂ നമ്മൾ ഇങ്ങനെ കിട്ടി. ഇതിലൊരു ഹൊറിസോണ്ടൽ സിലിണ്ടർ ഇന്റർസെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണിക്കാം. അതിന്റെ ആക്സിസിൽ കൂടെ എല്ലാം കുറച്ച് മാറിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കർവ് വരും, ഇവിടെയും ഒരു കർവ് വരും. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ നമുക്ക് വരുന്നത് ഒരു പോയിന്റ്സ് ആണ്, കർവ്ഡ് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷനിലേക്ക് തന്നെ പോകാൻ ഞാൻ റഫായിട്ട് വരയ്ക്കുന്നില്ല. ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് സൊല്യൂഷനിലേക്ക് പോവാണ്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു 60 mm ഡയമീറ്ററുള്ള ഒരു സർക്കിൾ ടോപ്പ് വ്യൂവിൽ വരച്ചു. then അതിന്റെ ഫ്രണ്ട് വ്യൂ റെക്ടാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം സൈഡ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. സൈഡ് വ്യൂവിൽ ആ 30 mm ഡയമീറ്റർ ഉള്ള ഹോള് ഇന്റർസെക്ട് ചെയ്യുന്നു. ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8 mm ഗ്യാപ്പാണ് ഈ രണ്ട് ആക്സിസ് തമ്മിലും വേണ്ടത്. ഈ ആക്സിസുകളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 mm ഗ്യാപ്പാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ സൈഡ് വ്യൂവിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് പ്രൊജക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നും അവിടേക്കും നമ്മുടെ ഈ സൈഡ് വ്യൂവിലത്തെ പ്രൊജക്ഷൻസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിവിഷൻസ് കിട്ടും. ഈ ഡിവിഷൻസ് വെർട്ടിക്കൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ കർവ്ഡ് പോർഷൻ ആണ് നമുക്ക് കിട്ടുക. ഇതാണ് റിക്വയർഡ് കർവ്സ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫൈനലി വരച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ? ഇത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് ഇന്റർസെക്ഷൻസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന ബൈസെക്ട് ചെയ്യുന്ന കേസുകൾ ചോദിക്കാം. ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ സിലിണ്ടറിന്റെ ആക്സിസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. പക്ഷെ അതേസമയം ആക്സിസ് മാറിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് കർവുകൾ തന്നെ കിട്ടും. നമ്മളത് ഫ്രീ ഹാൻഡ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. നിങ്ങളിത് വൃത്തിയായിട്ട് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.